ഓ ശിവനേ. ഹലോ, ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേയിലേക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അത് കാരണം അന്നേരം തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് എൻ്റെ ലഞ്ച് ബോക്സ് അപ്പം തന്നെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടാണ് വരുന്നത്. എന്നിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് വീട്ടിൽ വന്നിട്ട് ഞാനങ്ങ് കഴുകി വെക്കും. ഇതിനിടയിൽ എൻ്റെ ചുക്ക് വന്നു, അവന് ഡിന്നർ കൊടുത്തു. ഞാൻ ഓൾറെഡി ഡിന്നർ കഴിച്ചിട്ടാണ് വന്നത്. ഈ ലഞ്ച് ബോക്സ് എല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ടായിരിക്കും ഞാൻ അതിനകത്ത് ഫുഡ് പാക്ക് ചെയ്യുന്നത്. പിന്നെ റൈസ് കുക്കറിൽ ഞാൻ ഓൾറെഡി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ എനിക്ക് സാലഡിന് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും കുക്കുംബറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുക്കുംബർ മതി. കുക്കുംബർ കട്ട് ചെയ്ത് അതിനകത്ത് ഞാൻ സോൾട്ടോ ലെമണോ ഒന്നും ആഡ് ചെയ്യത്തില്ല, ജസ്റ്റ് കുക്കുംബർ മാത്രം. ഇതെല്ലാം പാക്ക് ചെയ്ത് ഞാൻ എന്ത് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്ക് ഈസി ആയിട്ട് രാവിലെ എടുത്തുകൊണ്ട് അങ്ങ് പോവാമല്ലോ, വേറെ ഒന്നും കുക്ക് ചെയ്ത് നിൽക്കുകയും വേണ്ട. അപ്പോഴാണ് എൻ്റെ ആമസോൺ പാക്കേജ് വന്നു. വേറൊന്നുമല്ല, ആർഗൻ ഓയിൽ. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആയത് കാരണം ഞാനിങ്ങനെ കേട്ട് ആർഗൻ ഓയിൽ നല്ലതെന്ന് കേട്ടപ്പോഴത്തേക്കും ഞാനൊന്ന് വാങ്ങി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ലിങ്ക് പറ്റിയാൽ ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. ഇത് ആർഗൻ ഓയിൽ ഒരു സെറം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ലിക്വിഡി ആയിട്ടാണ് ഇരുന്നത് കേട്ടോ. ഞാനത് ഹെയറിൽ യൂസ് ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര ഡീപ്പ് സ്മെല്ലാണ് കേട്ടോ. എൻ്റെ മൂക്കിലോട്ടൊന്ന് അടിച്ച് കയറുന്ന പോലത്തെ ഒരു മണമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റിക്കി ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇതിൻ്റെ കൂടെ ഐബ്രോയും ലാഷസിലുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രഷസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതും കൊള്ളാം കേട്ടോ. ഐബ്രോസൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ ഗ്രോ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അപ്പം ഹെയറിലിട്ടിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ടൈ ചെയ്തിട്ട് സാറ്റിൻ ക്യാപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടായിരിക്കും രാത്രി കിടക്കാറുള്ളത്. ഇപ്പം ഞാൻ നല്ല ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കണ്ണും കൂടി മൂടിയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.